ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കായ വറുത്തത് ഉണ്ടാക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. കായ കഴുകിയതിന് ശേഷം അതിൻ്റെ അടിഭാഗവും മുകൾഭാഗവും കളഞ്ഞതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പഴുക്കാറായ കായയാണ്. അതുകൊണ്ട് ചിപ്സിൻ്റെ കളറും കുറച്ച് വ്യത്യാസം ഉണ്ടാകും. നല്ല മഞ്ഞ കളറ് കിട്ടണമെങ്കിൽ പച്ചക്കായ നോക്കി എടുക്കണം, പഴുക്കാറായത് എടുക്കരുത്. തോല് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കായ കഴുകരുത്, അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാകും. ഇനി പച്ചക്കായ മുഴുവനായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. കായ മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു കുഞ്ഞു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂട്ടത്തിൽ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ടും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതോടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമ്മുടെ നാടൻ ചിപ്സിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കായ മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒന്നൊന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. ഒരു പിടി മൊത്തത്തിൽ വാരി അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്ത് വെച്ചതിൻ്റെ പകുതി കായ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ഒരു പിടി കൈപ്പിടി അളവിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം. കായൻ്റെ 2 പുറവും ഒരുപോലെ വേകണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ കത്തിക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് മൊരിഞ്ഞു പോലെ തോന്നും. പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് ഉള്ളി ശരിക്കും അങ്ങോട്ട് വെന്തിട്ടുണ്ടായില്ല. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാലും ചിപ്സ് ശരിക്കും അങ്ങോട്ട് ക്രിസ്പിയായി കിട്ടില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചിപ്സ് വറുത്തെടുക്കാൻ. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കായകൾ തമ്മിൽ ഒട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറ്റുന്നതൊക്കെ സ്പൂൺ കൊണ്ട് അടത്തി മാറ്റിയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ചിപ്സ് സെറ്റായി വരണമെങ്കിൽ, മൊരിഞ്ഞ് വരണമെങ്കിൽ ഒരു 5 മിനിറ്റ് ആകും. മൊരിഞ്ഞെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ മൊരിഞ്ഞെന്ന് തോന്നുന്ന സമയത്ത് ഒന്ന് എടുത്തിട്ട് പൊട്ടിച്ച് നോക്കിയാൽ മതി. ചിപ്സ് മൊരിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയിലങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ ഒന്ന് എടുത്തിട്ട് പൊട്ടിച്ച് നോക്കിയാൽ മതി. ചിപ്സ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കലക്കി വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ 1 പിടി കായയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കി വെച്ച വെള്ളം 2 സ്പൂണാണ് ഒഴിക്കുന്നത്. തിളച്ച എണ്ണയിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത്. പൊട്ടിത്തെറിക്കും, ദേഹത്ത് തട്ടാതെ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് എണ്ണയിൽ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായി മാറിയതിന് ശേഷം ചിപ്സ് വറുത്ത് പോരാം. അപ്പോൾ ഇതായി കഴിഞ്ഞു. ഇനി ഇത് വറുത്ത് പോരുകയാണ്. ഇനി ബാക്കിയുള്ള കായ കൂടി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ കായ വറുത്തത് റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഉണ്ടാവും. അത് പുകാനായിട്ട് ബട്ടർ പേപ്പറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിപ്സ് ഉണ്ടാക്കാൻ ഇത്രയേ പണിയുള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഓണത്തിന് ചിപ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.